ക്രിസ്തു സംഭവങ്ങളിൽ എപ്പോഴും വരണ വിഷയം, എപ്പോഴും നിങ്ങൾ ക്രിസ്തുവിനെ എന്നെ മുഴുവനായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ക്രിസ്തുവിനെ അറിയാം, പക്ഷെ കുറച്ച് കാര്യങ്ങൾ അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു എപ്പോഴും ഒരു പഠന വിഷയമായി, അന്വേഷണ വിഷയമായി മാറണത്. പത്രോസ് പറയും, പത്രോസ് എന്താ പറയണത്? നീ ക്രിസ്തുവാണ് എന്ന് എനിക്ക് ആന്തരികമായ ബോധ്യമുണ്ട്. എന്നുവെച്ചാൽ എൻ്റെയും ലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരമാകാൻ വേണ്ടി ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ട് മുദ്ര വെച്ച് അംഗീകാര മുദ്രയുള്ള ബലിവസ്തുവാണ് നീ, ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്, അതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. പക്ഷെ മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യന് പറ്റത്തില്ലല്ലോ. കാര്യം ദൈവത്തോടല്ലേ ചെയ്തത്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം എന്താണ്? ക്രിസ്തു എന്തുകൊണ്ട് മനുഷ്യരാകേണ്ട അവസ്ഥ വന്നു? കാര്യം മനുഷ്യനോട് ചെയ്ത പാപത്താണ് നമുക്ക് പരിഹരിക്കാം. ഇപ്പോൾ കോടതിയൊക്കെ പരിഹരിച്ചില്ലേ, വണ്ടി ഇടിച്ച് മരിച്ചു കഴിഞ്ഞാൽ ശരി, അവന് എത്ര വയസ്സുണ്ട്, അവൻ്റെ പ്രൊഫഷൻ എന്താണ്, അവന് എത്ര മക്കളുണ്ട്, അവൻ്റെ പ്രായം എന്താണെന്നൊക്കെ നോക്കിയിട്ട് ജഡ്ജി പറയും ശരി എന്നാൽ 5 ലക്ഷം രൂപ കൊടുക്ക്, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ കൊടുക്കാൻ പറയും. മനുഷ്യനോട് ചെയ്ത അപരാധത്തിന് കോടതി പരിഹാരമുണ്ട്. പക്ഷേ ഇത് പരിഹാരം അതല്ല. ദൈവം തന്ന കൽപ്പനകൾക്ക് എതിരെ ഒരാൾ പ്രവർത്തിച്ചാൽ അത് ദൈവത്തോട് തന്നെ ചെയ്യണതാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരാകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തോട് ചെയ്ത തെറ്റാവും. അപ്പോൾ മനുഷ്യനത് പരിഹരിക്കാൻ പറ്റത്തില്ല. മനുഷ്യന് പരിഹരിക്കാൻ പറ്റാ പിന്നെ ആരെങ്കിലും ഇത് പരിഹരിക്കണമല്ലോ. അതിനാണ് പരിഹാരമായിട്ടാണ് ക്രിസ്തു വരണത്. ആര്? ദൈവം തന്നെ മനുഷ്യപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് അവൻ ആകൃതിയിൽ മനുഷ്യനെപ്പോലെയായി ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമില്ലാതെ അവൻ മനുഷ്യനായി മരണത്തോളവും കുരിശ് മരണത്തോളവും തന്നെ താഴ്ത്തി കുരിശ് മരണത്തോളവും പരിഹാരമായി. അപ്പോൾ മനുഷ്യൻ ചെയ്ത പാപത്തിന് ദൈവം തന്നെ മനുഷ്യപ്രതി പരിഹാരം ചെയ്ത റിട്ടാലിയേഷനായി അവിടെ വെച്ച്. ഇനി ക്രിസ്തു എനിക്ക് വേണ്ടി കൂടിയാണ് പരിഹാരം ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ്, അതാണ് വിശ്വാസം എന്ന് പറയണത്. അല്ല എന്തെങ്കിലും വിശ്വാസമല്ല. അമേരിക്ക അവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അമേരിക്ക അവിടെ ഉണ്ടെന്ന്. അതുപോലെയുള്ള ക്രിസ്തുവിനെ ഞാൻ കണ്ടിട്ടില്ല എന്നെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസം അല്ല നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു എനിക്ക് പകരക്കാരനായി പരിഹാരം ചെയ്തു. അവൻ്റെ പരിഹാരത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ആ പരിഹാരത്തിൽ ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ എൻ്റെ പാപങ്ങൾ ആ വിശ്വാസം കൊണ്ട് തന്നെ പരിഹരിക്കപ്പെടുന്നു. കൈയടിക്കട്ടെ, ശ്രുതികട്ടെ. വിശ്വസിച്ച് രക്ഷപ്പെടാനുള്ള ആഴമായിട്ടുള്ള ബോധ്യങ്ങൾ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. സ്നേഹത്തെ ആഴമാർന്ന മഹാത്യാഗത്തെ പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. എൻ്റെ മക്കളെ കൈ രണ്ടും നെഞ്ചത്ത് വെച്ച് കണ്ണടച്ച് ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിച്ച് അച്ഛനോട് ചേർന്ന്, കർത്താവേ, ക്രിസ്തു എന്ന മഹാരഹസ്യം അഭിഷേകമായി മനസ്സിലാക്കുവാൻ എൻ്റെ ഹൃദയത്തെ എൻ്റെ അധരങ്ങളെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ആത്മാവേ, അങ്ങയുടെ ഉത്ഥാനത്തിന്റെ
ഫലമായ ആത്മാവേ വീണ്ടും നിറയണമേ. വിശ്വാസത്തിന്റെ മഹാരഹസ്യങ്ങളെ എനിക്ക് മനസ്സിലാക്കി തരണമേ. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, ക്രിസ്തുവിന്റെ നാമത്തെ പ്രഖ്യാപിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ലോകത്തിന്റെ അതിർത്തികൾ വരെ നിന്റെ നാമത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. മത്തായിയുടെ സുവിശേഷം 16:24. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇത് വളരെ ഹൃദ്യമായ ഒരു സമവാക്യമാണ്. ക്രിസ്തുവാണ് നീ എന്ന് പത്രോസ് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന് എക്കാലത്തെയുമുള്ള നിത്യതയുടെ പരിഹാരം, നിത്യത ലഭിക്കുന്നതിനുള്ള ഏക പരിഹാരമാണ് നീ. നിൻ്റെ ബലിയിലാണ് അപ്പൻ പ്രസാദിക്കാൻ പോകുന്നത്. നീ എനിക്ക് വേണ്ടി കൂടിയാണ് മരിച്ചുയർത്തിട്ടതെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് നിന്നെ എനിക്ക് ലഭിച്ചിട്ട് ഞാൻ നിൻ്റെ കൂടെ നിത്യത കരയേറ്റുന്നത് എന്നുള്ള ക്രിസ്തു രഹസ്യത്തിലേക്കുള്ള യാത്രയിൽ സംഭവിക്കേണ്ട ചില സ്വകാര്യമായ ലളിതമായ കാര്യങ്ങളുണ്ട്. അതിലെന്താണ്? ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പത്രോസാണ് പറയണത്, നീ ക്രിസ്തുവാണെന്ന് പറയണത്. വെച്ച് കഴിഞ്ഞാൽ അഭിഷിക്തൻ, അംഗീകരിക്കപ്പെട്ടവൻ, നിൻ്റെ ബലിയിൽ മാത്രം ദൈവം പ്രസാദിക്കുന്നവൻ. വേറെ എന്ത് പ്രസാദിപ്പിച്ചാലും കാര്യമില്ല. വേറെ നീ പാപപരിഹാരത്തിന് വേണ്ടി എന്ത് തലകുത്തി പറഞ്ഞിട്ടൊരു കഥയില്ലെന്നാണ്. ക്രിസ്തുവിൻ്റെ പരിഹാരത്തോടു കൂടി ബാക്കി മാനവരാശിയുടെ സാംസ്കാരികമായി കണ്ടെത്തിയിട്ടുള്ള മുഴുവൻ പരിഹാരങ്ങളെയും നള്ളിഫൈ ചെയ്യുകയാണ്. മനുഷ്യൻ പരിഹാരത്തിന് എന്തെല്ലാം ചെയ്യുന്നുണ്ട്. ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു പാപത്തിൻ്റെ പരിഹാരമായി എന്ന് നീ വിശ്വസിക്കുമ്പോൾ ക്രിസ്തു നേടിയെടുത്ത പരിഹാരം നിനക്ക് അവകാശമാക്കണമെങ്കിൽ നിൻ്റെ വിശ്വാസത്തിലൂടെയാണത്. അപ്പം നീ എന്തിലാ വിശ്വസിക്കണത്? ക്രിസ്തുവെന്ന വ്യക്തിയിൽ വിശ്വസിക്കുന്നതിനേക്കാളുപരി ക്രിസ്തു നിനക്ക് വേണ്ടി പാപപരിഹാരം മരിച്ചുവെന്ന് നീ വിശ്വസിക്കണം. പറഞ്ഞേ, കർത്താവായ ദൈവമേ, എൻ്റെ പാപപരിഹാരമായി എനിക്ക് പകരക്കാരനായി നീ മരിച്ചുവെന്ന് നിന്റെ മരണത്തില് ദൈവപിതാവ് പ്രസാദിച്ചുകൊണ്ട് എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നു, നിന്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു, വരവ് കാത്തിരിക്കുന്ന കർത്താവേ, വിശ്വാസത്തിന്റെ ഈ മഹാരഹസ്യങ്ങളെ അടയാളങ്ങളിലൂടെ ആഘോഷിക്കുവാൻ അഭിഷേകം നൽകണം. കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന മഹാത്യാഗത്തെ. പകരം നിന്നു നൽകും ഞാനേ ഹൃദയം പകരം എന്തോ നൽകും ഞാനേ ഹൃദയം പൂർണ്ണമായി നൽകും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടി അടയാളങ്ങളുടെ ക്രിസ്തു രഹസ്യത്തിൻ്റെ അടയാളങ്ങളുടെ ആഘോഷമാണ് ഉടമ്പടി. ഇപ്പം ക്രിസ്തു രഹസ്യ ഉടമ്പടിയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ക്രിസ്തു രഹസ്യമാണ് ആഘോഷിക്കപ്പെടുന്നത് അടയാളങ്ങളിലൂടെ.
എന്താണ്? ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ വിടുതലിൻ്റെ വില കൊടുത്തു, എൻ്റെ വിടുതലിൻ്റെ വില കൊടുത്തു. ആ നിൻ്റെ വിടുതലിൻ്റെ വില കൊടുത്തുകൊണ്ട് നിനക്ക് മരണമില്ല, അവൻ വിശ്വസിക്കുന്നവൻ നിത്യമായി ജീവിക്കുമെന്ന് ഈശോ വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ, അവൻ്റെ ഉയർപ്പിലൂടെ ആ വാഗ്ദാനത്തെ അവൻ സാധൂകരിക്കുന്നുണ്ടെങ്കിൽ, അത് നിനക്ക് നാളെ അവകാശമാകാൻ പോകുമ്പോഴേ നിനക്ക് ഒരു ആധികാരികതയുണ്ട്. എന്താണ്? ക്രിസ്തു എനിക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിലയുള്ളവനാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഇതിൻ്റെ തിയററ്റിക്കൽ സൈഡ് പഠിക്കാതെ ഉടമ്പടി ക്രാക്കാക്കാൻ ബുദ്ധിമുട്ടാണ്. മേജർ മിറക്കിൾ സംഭവിക്കത്തില്ല. സാധാരണ ലൈറ്റ് മിറക്കിളൊക്കെ സംഭവിക്കും. അവൻ്റെ തിയറി പഠിക്കണം. ഇപ്പം ഡ്രൈവർമാരെ നമ്മൾ എടുക്കത്തില്ലേ? ഡ്രൈവർമാരെ എടുക്കുമ്പോൾ എന്ത് പറയും? നിങ്ങൾ മെക്കാനിസ്റ്റ് ആണെന്ന് ചോദിക്കും ആദ്യം. അയ്യോ മെക്കാനിസ്റ്റ് അല്ല. അപ്പോൾ അത് എൻ്റെ കൂടെ വണ്ടി ഞാൻ വഴി കിടക്കേണ്ടി വരുമല്ല, നിൻ്റെ കൂടെ നിന്നെ വീട്ടിൽ പോയി കളയാൻ പറയും ഇല്ലേ? ഡ്രൈവർമാരെ നമ്മുടെ ഏത് കമ്പനിക്കാരും ഡ്രൈവർ എടുക്കുമ്പോൾ എന്ത് ചോദിക്കും? നിങ്ങൾ മെക്കാനിസ്റ്റ് ആണെന്ന് ചോദിക്കും. കാരണം ഡ്രൈവർ കം മെക്കാനിസ്റ്റിനാണ് നമുക്കൊരു കോൺഫിഡൻസ് ഉള്ളത്. ഉടമ്പടി പഠിക്കുമ്പോൾ അതിൻ്റെ ഡ്രൈവറായാൽ മാത്രം പോരാ, അത് ചെയ്ത് അനുഷ്ഠിച്ച് ഓരോ കാര്യം അച്ഛൻ ഇവിടുന്ന് പറഞ്ഞു വിടും, ഓരോ കാര്യം നിങ്ങൾ ചെയ്യും. നിങ്ങൾ ഡ്രൈവറാണ് അതിൻ്റെ, പക്ഷേ മെക്കാനിസ്റ്റ് അല്ല. ഉടമ്പടി എങ്ങനെ ക്രാക്കാക്കണം എന്നുള്ളതിൻ്റെ അതിൻ്റെ സൈദ്ധാന്തിക ലെവൽ അറിയണം. അതെന്താണ്? ക്രിസ്തു രഹസ്യങ്ങളുടെ ആഘോഷമാണ്. ക്രിസ്തു രഹസ്യം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു എനിക്ക് വേണ്ടി പകരക്കാരനായി മരിച്ചു. പറഞ്ഞേ, ക്രിസ്തു എനിക്ക് വേണ്ടി പകരക്കാരനായി മരിച്ചു. എനിക്ക് ലഭിക്കുന്ന ഓരോ കുരിശിലും അവന്റെ നാമത്തോട് ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവന്റെ മരണത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നു. എനിക്ക് ലഭിക്കുന്ന അനുദിന സങ്കടങ്ങളിലൂടെ അവന്റെ മരണത്തെ പ്രഖ്യാപിക്കുമ്പോൾ അങ്ങനെ മരണത്തെ പ്രഖ്യാപിക്കുന്നവർക്ക് അവനോടുകൂടി മരിക്കുന്നവർക്ക് അവന്റെ മരണം വാഗ്ദാനം ചെയ്യുന്ന അവനോടുകൂടിയുള്ള നിത്യജീവിതത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നു, പ്രത്യാശിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എനിക്ക് വേണ്ടി മരിക്കും. നീ എനിക്ക് വേണ്ടി ഉയർത്തി നിൽക്കും. നീ എനിക്ക് വേണ്ടി പാപപരിഹാരമാകും. കാര്യം നീ ക്രിസ്തുവാണ്. ഈ ക്രിസ്തു രഹസ്യത്തെ പ്രഖ്യാപിക്കുമ്പോൾ അത് പകുതിയോളം വെളിപാടാണ് പത്രോസിന്. അപ്പോൾ ഈശോ പറഞ്ഞുകൊണ്ട് ക്ഷമയോൻ പറഞ്ഞു, ഫ്ലഷ് ആൻഡ് ബ്ലഡ് ദാറ്റ് റിവീൽസ് ടു ഇറ്റ് ഈസ് മൈ ഫാദർ ഇൻ ഹെവൻ എന്ന് ഈശോ പറയുന്നുണ്ട്. എന്താ പറയണത്? ഈ ഇത്രയും നീ ക്രിസ്തുവാണെന്ന് പറഞ്ഞ അത്രയും കാര്യങ്ങളില്ലേ, അത് നീ പഠിച്ചതല്ല, നിന്നെ പഠിപ്പിച്ചതാണ്. നീ അത് പഠിച്ചതല്ല, അത് നീ പഠിപ്പിച്ചതാണ്. ആരാണ്? എൻ്റെ സ്വർഗസ്ഥനായ പിതാവ്. ദൈവവേദനേ, നിന്നെ ക്രിസ്തുവിനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ദൈവപിതാവിൻ്റെ സഹായം വേണ്ടി വരും. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങേ പിതാവിന്റെ സഹായത്താൽ പത്രോസിനെ പോലെ അങ്ങേ പഠിക്കാനുള്ള വെളിപാടിന്റെ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. പത്രോസ് അതിൻ്റെ ക്രിസ്തു മഹാരഹസ്യത്തിൻ്റെ വാതിക്കലെത്തി അങ്കണത്തിലേക്ക് പ്രവേശിച്ചു എന്ന് ഈശോയ്ക്ക് മനസ്സിലായി. അപ്പോൾ പത്രോസ് പറയും, ഇറ്റ് ഈസ് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ദാറ്റ് റിവീൽസ് യു. ഇത് നിൻ്റെ മാംസവും രക്തവുമല്ല, നിൻ്റെ അറിവല്ല. അപ്പ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെക്കുറിച്ച്. ദോ നൗ യു ഗോട്ട് ദ പാസ്. നിനക്ക് പ്രവേശന അനുമതി ലഭിച്ചു. അപ്പോൾ ഇത് ഭയങ്കര സംഭവമാണ്. ക്രിസ്തു ഉടനെ പത്രോസിനെ മനസ്സിലാക്കി. എന്താ പറഞ്ഞത്?
ഇത് നിനക്ക് ഇതിൻ്റെ കഴിവില്ലെന്ന് എനിക്കറിയാം, നീ അത്രയും പഠിച്ചിട്ടില്ല എൻ്റെ രഹസ്യം. പക്ഷെ അപ്പാ നിനക്ക് ക്രിസ്തു രഹസ്യത്തിൻ്റെ ഒരു സൗധങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അപ്പാ നിനക്ക് പ്രവേശന പാസ് തന്നിട്ടുണ്ട്. നൗ ഐ നോ ഇറ്റ്. ഇപ്പം എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട്. നിന്നോടും നിന്നെപ്പോലെ കമാൻഡോയാകാൻ വേണ്ടി ദൈവം വിളിച്ചവരോടെല്ലാം പറയാം. നീ എന്നെയാണ് അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? ഫസ്റ്റ് ടൈം എന്തു ചെയ്യണം? സ്വയം പരിത്യജിക്കണം. നിൻ്റെ വിഷയങ്ങളെല്ലാം എങ്ങനെയാണ് പെട്ടെന്ന് ഉടമ്പടി ക്രാക്കാകണം നിങ്ങളോട് പറയണേ. ഞാൻ ക്രിസ്തു രഹസ്യത്തെ താത്വികമായിട്ടും സൈദ്ധാന്തികമായിട്ടും സൂക്ഷ്മതയോടെ പരിശോധിച്ചിട്ട് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം. എന്താണ് ഇതിൻ്റെ അകത്ത്? സ്വയം കണ്ടൻറ്റുകൾ ഉണ്ടാവും എപ്പോഴും. സ്വയം എന്ന് തന്നെ ഈ സ്വയം എന്ന് പറയുമ്പോൾ എല്ലാ ഇൻറ്റൻഷനിലുള്ള സ്വയം നീ നോക്കിയെടുക്കണം. അതിനകത്ത് ക്രിസ്തുവിനെ കക്ഷിയാക്കണമെങ്കിൽ എന്താ മാർഗം? ഇത് എയർലിഫ്റ്റ് ചെയ്യണ്ടേ നിൻ്റെ നിയോഗങ്ങൾ? അതിന് ക്രിസ്തു കക്ഷിയാകണ്ടേ? അതിനകത്ത് സ്വയം ഉണ്ടാകുന്ന നോക്കിയെടുക്കണം. ഇപ്പോൾ ഉദാഹരണം, നിനക്ക് കുട്ടിയെ വേണം, നിനക്ക് കുട്ടിയില്ല. കാര്യം 23 വർഷമാണ് ഇട്ട് മക്കളില്ലാത്തവരെ ഈ ആൾക്കാരെ ഒറ്റ ഉടമ്പടി കൊണ്ട് 90 ദിവസത്തിനുള്ള ഒരു പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അങ്ങനെ പല കേസുകളുണ്ട്. ഇത് തന്നെയാണ് എല്ലാ കേസിൻ്റെ അവസ്ഥ. ലോകം കൈവിട്ട് ലോകത്ത് ജീവിച്ചിട്ട് വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികൾ നീ അവലംബിച്ചിട്ട് അവിടെ ആൻസർ കിട്ടാത്ത കാര്യം ഉടമ്പടി ആൻസറുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഓരോ ഉടമ്പടി സാക്ഷ്യത്തിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതൊരു ലാസ്റ്റ് ഓപ്ഷൻ, ലാസ്റ്റ് അബോർഡാണ്. അവസാന കൂടാരത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ ഈ കൂടാരത്തേക്ക് വരുമ്പോൾ നീ ഇതിനെ ഈസിയായിട്ട് കണ്ടാൽ നീ ഒരു പൊട്ടൻ ക്രിസ്ത്യാനിയായിട്ട് മാറുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കഥ അറിയാൻ വരാതെ എന്നെ ആരാണ്ടൊക്കെ പറഞ്ഞ പോലെ എന്തൊക്കെ കാണിച്ചു വെച്ചിട്ട് പോകും. ഇത് വർക്കൗട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യത്തില്ല. ഇതിൻ്റെ രഹസ്യം മനസ്സിലാക്കിയിട്ട് നീ എന്താ ചെയ്യേണ്ടത്? ഈ സ്വയം എന്നുള്ള ക്രിസ്തുവിനെ നീ സ്വീകരിക്കുകയാണ്. നീ ഉടമ്പടിയിൽ എനിക്ക് IELTS പാസ്സാകണം, അല്ലെങ്കിൽ എൻ്റെ ക്യാൻസർ 4ാം സ്റ്റേജ് എൻ്റെ രോഗം സുഖപ്പെടണം. അങ്ങനെ ക്യാൻസർ 4ാം സ്റ്റേജൊക്കെ ഒത്തിരി സൗഖ്യങ്ങൾ ഉടമ്പടിയിലൊക്കെ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്, ഉടമ്പടിയിലൂടെ ലഭിച്ചത്. 75 കൊല്ലമായിട്ട് ഭാഗോടമ്പടി നടക്കാത്തതൊക്കെ ഒറ്റ ആഴ്ചക്കൂടെ ഭാഗോടമ്പടി നടക്കും. ഇതൊക്കെ സിമ്പിളാണ് കാര്യം. പക്ഷേ നീ ഇതിനാണ് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ അതിൻ്റെ അകത്തൊരു സ്വയമുണ്ട്. ഈ സ്വയം അതിൻ്റെ അകത്ത് എപ്പോഴാണ് നീ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉടമ്പടി ലാഗ് ചെയ്യും. സ്വയം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നിനക്ക് കാനഡയിൽ പോകണം. ഞാൻ രാവിലെ പറഞ്ഞില്ലേ, എന്തിനാണ് കാനഡയിൽ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ജോലി കിട്ടി, അവിടെ കല്യാണം കഴിച്ചിട്ട് അവിടെ തൻ്റെ കുഞ്ഞിന് അവിടെ ജന്മം കൊടുക്കണം. എന്തിനാ ജന്മം കൊടുക്കണം? എന്നാൽ മാത്രമേ അവിടെ നിന്നൊക്കെ പൗരത്വം കിട്ടത്തുള്ളൂ. അതാണ് അതിനകത്തുള്ള സ്വയം എന്ന് പറയുന്ന സാധനം. സ്വയം അതാണ്. സ്വയം അത് ദൈവഹിതത്തിന് വിടണം. മനസ്സിലായില്ലേ? അവിടെ കയറി പിടിച്ചു കഴിഞ്ഞാൽ പക്ഷേ എന്നിട്ട് നീ എന്ത് ചെയ്യണം? കുരിശെടുക്കണം. സ്വയം പരിചയിച്ചിട്ട് എന്ത് ചെയ്യണം? സ്വയം പരിചയിച്ചുകൊണ്ട് മാത്രമല്ല, അവിടെ ദൈവഹിതത്തിന് അത് എന്തും സംഭവിക്കട്ടെ, അത് കോംപ്രമൈസ്, അത് നീ ദൈവം എന്ത് തീരുമാനിക്കുന്നു അവിടെ ഒരു കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണെന്ന് ആദ്യമേ കൈപൊക്കി പറഞ്ഞേക്കണം. കർത്താവേ, ഇതാണ് എൻ്റെ സ്വയം, പക്ഷേ ഇതേ സമയത്ത് അറ്റ് എനി കോസ്റ്റ് പരിത്യജിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ്, കർത്താവേ എൻ്റെ നിയോഗത്തിൽ എഴുതിയിരിക്കുന്നതാണ് എൻ്റെ സ്വയം. അത് നിന്നെ സ്വീകരിക്കാൻ വേണ്ടി ഏതൊത്തുതീർപ്പിനും ഞാൻ തയ്യാറാണ്. അപ്പൊ ഈ സ്വയം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി കുപ്പയായിട്ട് കരുതാൻ നമുക്ക് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ലിഫ്റ്റാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ അകത്തൊരു ക്രോസ് കണ്ടൻറ്റ് നിങ്ങൾ ആഡ് ചെയ്യണം. ക്രോസ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കുക. പിന്നെ എന്താണ്? കുരിശമെടുത്തുകൊണ്ട് കൂടെ വരിക. അപ്പം അപ്പോഴാണ് ഈ ക്രിസ്തു എന്ന് പത്രോസ് പറഞ്ഞ സംഭവം ഇവനെ അവകാശം ഓഹരിമാക്കാനുള്ള സൊല്യൂഷൻസിൻ്റെ ഇക്വേഷൻസ് പറയുകയാണ് ഈശോ. എന്താണ്? അതിനൊന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ എന്ത് ചെയ്യണം? സ്വയം എന്നുള്ള സംഭവം എല്ലാത്തിൻ്റെ അകത്ത് സ്വയം ഉണ്ടാകും. ഇപ്പം നിനക്കൊരു കുഞ്ഞിനെ വേണം, ദാറ്റ്സ് ഓക്കെ, ന്യായമായ ആവശ്യമാണ്. കുഞ്ഞിനെ കിട്ടുമ്പോൾ അതിൻ്റെ അകത്തൊരു സ്വയമുണ്ട്. എന്താ കാര്യം? ഇനി കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിനെ കിട്ടിയാൽ ചിലപ്പോൾ ചില പെണ്ണുങ്ങൾക്ക് ക്രിസ്തുവിനെ ഇതുവരെയുള്ള ക്രിസ്തുവിനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കും. അത് അറ്റാച്ച്മെൻറ്റ്.
അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞ സംഭവം നിസ്സാരമല്ലേ. അത് ആരോടെ, വീട്ടുകാരോടായാലും ശരി, അമ്മയോടായാലും ശരി, അപ്പനോടായാലും ശരി, അതായത് ക്രിസ്തുവിനെ നിർത്തിക്കൊണ്ട് വേറൊരു അറ്റാച്ച്മെൻറ്റിന് നമ്മൾ തയ്യാറായാൽ പിന്നെ ക്രിസ്തുവിനെ നിങ്ങൾ അവിടെ നോക്കേണ്ട കാര്യമില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. ഇത് വളരെ വളരെ ബുദ്ധിപൂർവ്വം അവധാനതയോടുകൂടി ശാസ്ത്രീയമായി ആധ്യാത്മിക ശാസ്ത്രമനുസരിച്ച് സൂക്ഷ്മതയോടെ പഠിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. എന്താ അത് ഈ എല്ലാ വിഷയവും അങ്ങനെ വരും. ഇപ്പം നിങ്ങൾ കല്യാണം കഴിച്ചു, അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞ് ജനിക്കണം, അല്ലെങ്കിൽ ഒരു ഭർത്താവ്, അപ്പോൾ നിങ്ങൾക്ക് ഭർത്താവിനൊക്കെ ഒരു സങ്കല്പമുണ്ട്, ഭർത്താവിനെ ഞാൻ അങ്ങനെ സ്നേഹിക്കും, ഭർത്താവിനെ ഇങ്ങനെ സ്നേഹിക്കും, ഇങ്ങനെ ഓരോ സങ്കല്പങ്ങളുണ്ടാക്കി എടുക്കും. നിങ്ങൾക്ക് ഒരു വീട് വേണം, വീട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഡ്രോയിങ് റൂം വേണം, വർക്ക് ഏരിയ വേണം, വർക്ക് ഏരിയയിൽ ഓരോ കബോർഡ് വേണം, അതിനെല്ലാം ഞങ്ങൾക്ക് ഐഡിയ. വീട് വെക്കാൻ നേരത്ത് ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ കിച്ചൻ്റെ വർക്ക് ഏരിയയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണത്. അത് ദൈവത്തെ അറിയാമല്ലോ, അതല്ലേ പ്രശ്നം. ഒരു വീടില്ലെന്ന് പറയുമ്പോൾ ആ വീട് വെച്ചിട്ട് സ്വന്തമായൊരു വീട് വെക്കുമ്പോൾ നിങ്ങൾ കല്യാണം ചെന്ന വീട്ടിൽ നിങ്ങളുടെ അലമാരിയിൽ സ്വർണമോ അതുപോലെ തന്നെ സാരിയോ വെച്ചപ്പോൾ നിങ്ങളുടെ നാത്തൂനോ നിങ്ങളുടെ അമ്മായിയമ്മ വെപ്പിച്ചിട്ടില്ലെങ്കിൽ അതിനൊക്കെ പരിഹാരം ചെയ്യാനൊരു പ്രതികാരം ഉള്ളിക്കിടപ്പുണ്ട്. അതാണ് സ്വയം. നീ ഒരു വീട് വെക്കുമ്പോൾ എണ്ണി ഇവളൊക്കെ എന്നോട് കാണിച്ചതിന് ഇവിടെ മുമ്പിൽ ഞാൻ സമാധാനം ചെയ്യും. അതാണ് സ്വയം, ഈ വീടിൻ്റെ സംഭവം. ഒരു വീട് ചെയ്യുമ്പോൾ നിൻ്റെ ഉള്ളിലൊരു സ്വയം ഉണ്ടാവും. അത് മിക്കവാറും ദൈവത്തിനെതിരായിരിക്കും. ഇപ്പോൾ ഇവരുടെ സ്വയം എന്താണ്? വെണ്ണക്കുഞ്ഞിനെ അതുപോലെ വളർത്തി അവളുടെ അടിമയായി അവളുടെ സ്വരം കേട്ട് മാത്രം ഉറങ്ങുകയും അവളുടെ സ്വരം കേട്ട് ഉണരുകയും അവളുടെ സ്വരം മാത്രം തിരിച്ചറിയുകയും ചെയ്യുന്ന കുഞ്ഞായിട്ട് തന്നെ മാറ്റുകയാണ്. പാല് ഈ തള്ള മാത്രമേ കൊടുക്കത്തുള്ളൂ, വേറെ ആരും കുഞ്ഞിനെ കൊണ്ട് പാലെടുപ്പിക്കത്തില്ല. ഇപ്പം എന്നാ പറ്റിയിരിക്കണമെന്ന് നോക്കിയേ, 2.5 കൊല്ലം അത് ജീവിച്ചാ കൊച്ചി. 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ വെറുതെ ചത്തുപോയി ആ കൊച്ചി. അതെന്താ വെറുതെ ചത്തുപോകാൻ കാര്യം? ഞാൻ ചോദിച്ചു, എന്തെങ്കിലും വെറുതെ ചത്തുപോയത്? അതെ, കുഞ്ഞിൻ്റെ കരളിൽ പാലിൻ്റെ പാട കെട്ടിയെന്ന്. പാല് മാത്രമേ കൊടുക്കത്തുള്ളൂ, കളർ വെക്കാൻ വേണ്ടി പൊന്ന് വരച്ച് കൊടുക്കും, പാലും കൊടുക്കും, പോരെ പരിപാടി. അപ്പോൾ കളറും വെക്കും, മിനുക്കം ഉണ്ടാകും കൊച്ചിനെ മിനുക്കി കിട്ടി എൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞ് പള്ളിയിലൊക്കെ കൊണ്ടുനടക്കാനാണ്. അപ്പോൾ എല്ലാവരും പറയാം, താടിക്കാൻ പറഞ്ഞ് നല്ല കുഞ്ഞാണ്, നല്ല തിളക്കമുള്ള കുഞ്ഞാണെന്ന് പറയും. അതിനു വേണ്ടി ഇവിടെ ഇതാണ് സ്വയം എന്ന് പറയണത്. നമ്മൾ ഓമനത്വത്തോടുകൂടി എന്തിനെ നോക്കിയാലും അത് സ്വയമായി മാറും. ഈ സ്വയം ഏത് സമയത്തും വെച്ചൊഴിയാനും സമർപ്പിക്കാനും നമ്മൾ തയ്യാറാകുകയും അതുകൊണ്ട് മാത്രം ഈ സംഭവം നടക്കത്തില്ല. പിന്നെ എന്താണ്? ഒരു കുരിശ് ഇതിനകത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലും ഒരു കുരിശുണ്ടാകണം. ഇന്നലെ ഇവിടെ ഒരു സാക്ഷി ഒരു മോള് പറഞ്ഞ്, അവളെന്താ പറഞ്ഞെന്നറിയാമോ? എനിക്ക് വലിയ കാശൊന്നുമില്ല, IELTS OIT ഒക്കെ പഠിക്കാനോ ഇനിയും തോറ്റാലൊക്കെ വീണ്ടും എഴുതി കൊടുക്കാനൊക്കെ എൻ്റെ കാശില്ല. ഇപ്പം ഞാൻ കർത്താവിനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ ഒറ്റ ജയിപ്പിക്കലേക്കാണ്ട് ജയിപ്പിച്ചതാ, നിന്നോട് ഞാനൊരു കുരിശെടുത്ത കാര്യം പറയാം. എന്താ കുരിശ്? ഈ കാശ് OIT എഴുതാൻ കാശില്ലാത്ത പിള്ളേരെയില്ലേ, അവരെ ഞാൻ തിരക്ക് നടന്ന് പിടിപ്പിച്ചിട്ട് അവരെ ഞാൻ പഠിപ്പിച്ചോളാം. അവരെ കാശ് മുടക്കാതെ തന്നെ പഠിപ്പിച്ചിട്ട് ഞാൻ പരീക്ഷ എഴുതിക്കൊള്ളാം. എന്താണ്? ആ ഒരു കുരിശാണ് എടുക്കുന്ന ആ സാധനം. ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ വേറെ ഒരു കുരിശ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോൾ ചിലർക്ക് ജെറോം പഠിക്കാൻ പറ്റത്തില്ല, ചിലർ ഭയങ്കര കാഴ്ചയായിരിക്കും. അപ്പോൾ ചിലർ പറയും, ഞാൻ പഠിപ്പിച്ചാൽ നീ പഠിക്കണ്ട, നീ 5 പൈസ മുടക്കണ്ട, നീ ഞാൻ പറയണ പോലെ പഠിച്ചാൽ മതി. അതാണ് അത് കുരിശെടുക്കുക. വെച്ചാൽ മറ്റുള്ളവരുടെ നമുക്ക് കുരിശെന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രത്യേകിച്ച് പ്രോഫിറ്റബിൾ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയോ ഒരു വിഷയമോ ആണ് കുരിശെന്ന് പറയണത്. എന്താണ് കുരിശെന്ന് പറയണത്? നമുക്ക് നേരിട്ട് ഫലമില്ലാത്ത ഒരു കുരിശ്, ഒരു വ്യക്തിയോ ഒരു വിഷയമോ ആണ് കുരിശെന്ന് പറയണത്. അപ്പം നമ്മൾ ക്രിസ്തുവിനെ രഹസ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നെ എന്താണ്? പത്രോസിനോട് പിന്നെ അടുത്ത വേദപാഠം പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്ത വേദപാഠം, നീ ക്രിസ്തുവാണെന്ന് അതിൻ്റെ പ്രവേശന അനുമതി കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് അവനിപ്പോൾ എൻട്രൻസല്ലേ കിട്ടിയുള്ളൂ. പത്രോസിൻ്റെ എൻട്രൻസ് ടെസ്റ്റായിരുന്നു നിന്ന് നടന്നത്. പത്രോസ് എൻട്രൻസ് പാസ്സായി. അപ്പോൾ ഈ പറഞ്ഞ് എൻട്രൻസ് പാസ്സായ കാര്യമല്ല, സിലബസ് വരുന്നുണ്ടെന്ന് പറയും. പിന്നെ സിലബസ് പഠിപ്പിക്കാൻ തുടങ്ങി. പുള്ളി പറഞ്ഞ് എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല, നീ പഠിക്കേണ്ട ഇത്, നമ്മൾ രണ്ടും കൂടി പഠിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. എന്താ? മനുഷ്യപുത്രൻ ശത്രുകരങ്ങൾ ഏൽപ്പിക്കപ്പെടും, അതല്ലേ പറഞ്ഞത് ഇന്ന്. മാറ്റി നിർത്തി നീ ക്രിസ്തുവാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻട്രൻസ് ഇവൻ പാസ്സായി.
പക്ഷേ ഇവർ സിലബസ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ സിലബസിലുള്ള എന്താണ്? നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. അത് ഇവിടെ തന്നെ ചുറ്റുവട്ടി കിടക്കുകയല്ല, നമ്മളൊരു യാത്രയിലാണ്, ജീവിതയാത്രയാണ്. ഈ ജീവിതയാത്രയിൽ നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. ജെറുസലേം എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യതയിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ നിത്യതയിലേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നിത്യതയിലേക്കുള്ള വഴി പിന്നെ പറയുകയാണ്. എൻട്രൻസ് പാസ്സായി കഴിഞ്ഞപ്പോൾ നിത്യതയിലേക്കുള്ള സിലബസ് വെക്കും ഈശോ. അതെന്താ സിലബസ്? എന്താ? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ, നിത്യതയെ, ഈശോയുടെ ലക്ഷ്യം നിത്യതയല്ലേ. അപ്പം അനുഗമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ വരെ പോകുകയല്ലല്ലോ. അപ്പം നിങ്ങളുടെ ഈ IELTS വരെയാണ് കാനഡയിൽ എത്തണ വരെ യേശുവിനെ അനുഗമിക്കാനാണെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. സ്ലോ ആവും സാധനം. നിങ്ങളുടെ വസ്തുവിൽപ്പന മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഇത് സ്ലോ ആകും. കാര്യം ദൈവത്തിൻ്റെ മാർജിൻ അവിടെ ഇല്ല. അതുകൊണ്ട് നിത്യത എന്നുള്ള വിഷയമാണ് ആദ്യമേ തന്നെ നിയോഗത്തിൽ വെക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്റെ നിയോഗങ്ങളിൽ നിന്റെ പീഡാനുഭവത്തിലൂടെ മരണത്തിലൂടെ അപ്പായെ പ്രസാദിപ്പിക്കുവാൻ നീ എടുത്ത മാർഗങ്ങളിലൂടെ നിന്റെ മരണത്തിലൂടെ നീ നേടിയ നിത്യജീവനെ അവകാശമാക്കാൻ അതെന്റെ നിയോഗമാക്കാൻ എന്നെയും അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എന്നെ നല്ല ശിക്ഷനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നീ ആദ്യം ദൈവരാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുക. ബാക്കിയുള്ളതെല്ലാം, നിൻ്റെ ആവശ്യങ്ങളെല്ലാം, നിൻ്റെ അപേക്ഷകളെല്ലാം ദൈവം ചേർത്ത് നൽകുന്നതാണ്. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ മക്കൾ, അങ്ങയുടെ അവകാശം ഓഹരിയുമാകുന്ന മക്കൾ, ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനായി പ്രാർത്ഥിക്കുന്നവരും ഈ ധ്യാനം എപ്പോഴെല്ലാം, എവിടെ വെച്ചെല്ലാം, ഏതെല്ലാം കാലങ്ങളിൽ ആരെല്ലാം കേൾക്കുന്നുവോ അവിടെ വരെല്ലാം ദൈവത്തിൻ്റെ കൃപ ശക്തിയായി ഒഴുകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ മഹത്വം. ഹല്ലേലൂയ. പിന്നെ മക്കളെ, വളരെ ദൈവത്തിൻ്റെ കൃപ, ശക്തി, വിടുതൽ, സൗഖ്യമൊക്കെ കരനടിക്കുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഹൃദയത്തെ സന്തോഷിക്കണം. വിഷാംശം ശരീരത്തിൽ പ്രവേശിച്ചവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം കലർത്തിക്കൊണ്ട് അവരുടെ കെടുരക്തത്തിൽ നിന്ന് അവരെ വിശുദ്ധീകരിച്ചുകൊണ്ട് ത്വക്ക് രോഗങ്ങളിൽ നിന്നും മറ്റൊരു രോഗങ്ങളിൽ നിന്നും മാംസത്തിൻ്റെ ചൊറിഞ്ഞു പൊട്ടകളിൽ നിന്ന് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. ശ്രുതിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോ മുടന്തനെ പോലെ ക്രിസ്തുവാണ് എന്നെ സുഖപ്പെടുത്തിയതെന്ന് നാട് മുഴുവൻ പറഞ്ഞു നടക്കുമ്പോൾ, അവനെ നേരത്തെ അറിയാമായിരുന്നവനെ, അവന് സംഭവിച്ച മാറ്റങ്ങൾ തിരിച്ചറിയുമ്പോൾ ജനങ്ങളും രാജ്യങ്ങളും ക്രിസ്തുവിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ദൈവമേ ഞങ്ങളെ സുവിശേഷത്തിന്റെ ഉപകരണങ്ങളാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. കർത്താവേ, മുതുക് രോഗികളെ ഇപ്പൊ അങ്ങ് കാണിച്ചു തരുന്നുണ്ട്. പിൻകഴുത്തിന് താഴെ നീര് കെട്ടിക്കിടക്കുന്നവരെയും നീരിറങ്ങിപ്പോകാതിരിക്കുന്നവരെയും അതുകൊണ്ട് ശരീരം ചൂടായിരിക്കുന്നവരെയും അവർക്കുറങ്ങാൻ പറ്റാത്തവരെയും ഈശോ നിന്റെ തിരുമുറിവാർന്ന് വലത് കർത്താവ് സ്പർശിക്കണമേ. കർത്താവ് ശരീരത്തിന് മുഴകളുള്ളവരെ, സിസ്റ്റുള്ളവരെ, കർത്താവ് ഗ്രോത്ത് ഉള്ളവരെ നീ സ്പർശിക്കണമേ. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിലെ എല്ലാ സിസ്റ്റുകളും ഗ്രോത്തുകളും മുഴകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കക്ഷത്തിനും മടക്കുകളിലും കാലിനും മടക്കുകളിലും ചൊറിഞ്ഞു പൊട്ടുകയും
അത് അലർജിയാവുകയും വെള്ളപ്പാണ്ടാടെ മാറുകയും ചെയ്യുന്ന വ്യക്തികളെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് നിന്റെ തിരുമുറവാർന്ന് അണിപ്പെടുതാർന്ന വലതുകരം ഓരോ മകളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്ധ്യബന്ധങ്ങളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. എല്ലാ രോഗങ്ങളും മാർഗ രോഗങ്ങളും യേശുക്രിസ്തു നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ എല്ലാ അലർജികളും യേശുവിന്റെ നാമത്തിൽ മാഞ്ഞു പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ